സ്റ്റോക്ക് മാർക്കറ്റ് ദിനം പ്രതി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലാത്ത തകർച്ചയിലേക്ക്. ഫിയർ ഓഫ് ലോസ്. പോർട്ട്ഫോളിയോയിൽ പ്രതിദിനം നഷ്ടം കൂടി വരുന്നു. അത് കണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റിയാലിറ്റി. Friends, media and social media are creating panic. ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചേക്കാം, SIP സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇനി എന്തെങ്കിലും മാർക്കറ്റ് റിക്കവേർഡ് ആയാൽ അന്ന് ആലോചിക്കാം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം. യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയാസ് വഴി ഡെയ്സൺ ജോസഫ് അടക്കമുള്ള ഒരുപാട് ആളുകൾ പറയുന്നു മാർക്കറ്റ് തിരിച്ചു വരും, ശക്തമായി തന്നെ ഇതൊരു കറക്ഷൻ മാത്രമാണ് എന്ന്. എന്നാൽ ഇതൊന്നും വിശ്വസിക്കരുത്. മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ആയി നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഇപ്പോൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒരുപാട് ആളുകൾ അവരുടെ SIP സ്റ്റോപ്പ് ചെയ്തു. വേറെ കുറെ പേർ നിക്ഷേപം പൂർണ്ണമായിട്ടും പിൻവലിച്ചു. വേറെ കുറെ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്കളും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളാണോ എങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കണോ, SIP സ്റ്റോപ്പ് ചെയ്യണോ, ചെയ്യണമെങ്കിൽ എപ്പോൾ എന്ന കാര്യമൊക്കെ. താങ്കളുടെ SIP സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തിന് മുൻപ് തന്നെ മ്യൂച്വൽ ഫണ്ട് എന്താണ്, നമ്മൾ നിക്ഷേപിക്കുന്ന പണം മ്യൂച്വൽ ഫണ്ട് കമ്പനി എവിടെയാണ് കൊണ്ടുപോയി റീഇൻവെസ്റ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നോ? താങ്കൾക്ക് ഏറ്റവും യോജിച്ച മ്യൂച്വൽ ഫണ്ടിൽ തന്നെയല്ലേ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതോ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ, ഒന്നും ശ്രദ്ധിക്കാതെ, യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ഏതോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ കയറി വെറുതെ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ആളാണോ താങ്കൾ? അങ്ങനെയാണ് എങ്കിൽ താങ്കൾ ഇപ്പോൾ പാനിക്കാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടിസ്ഥാനപരമായിട്ട് അത് തന്നെയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, മ്യൂച്വൽ ഫണ്ടിലെ SIP നിക്ഷേപങ്ങൾ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നതല്ലേ? 10, 15, 20 വർഷത്തേക്കുള്ള SIP നിക്ഷേപം അല്ലേ താങ്കൾ സ്റ്റാർട്ട് ചെയ്തത്? ആ നിക്ഷേപം ആരംഭിച്ചിട്ട് അധികം കാലം ആയിട്ട് പോലും ഇല്ലല്ലോ. താങ്കളുടെ യാത്ര പാതി വഴിയിൽ പോലും ആയിട്ടില്ല. അതിനു മുമ്പ് എന്തിനാണ് ചെറിയ ഇറക്കങ്ങൾ കണ്ട്, ചെറിയ വളവുകൾ കണ്ട്, ചെറിയ ഗട്ടറുകൾ കണ്ട് താങ്കൾ പരിഭ്രാന്തനായത്? വലിയ വളവുകളും വലിയ ഗട്ടറുകളും വലിയ ഇറക്കങ്ങളും ചെറിയ ഗർത്തങ്ങളും ഒക്കെ ഉള്ള വഴിയിൽ കൂടെ തന്നെയാണ് നമ്മുടെ നിക്ഷേപ യാത്ര പോകേണ്ടത് എന്ന കാര്യം താങ്കൾ മനസ്സിലാക്കിയിരുന്നില്ലേ? ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ നിക്ഷേപത്തിന്റെ വളർച്ചയ്ക്ക് ശക്തി പകരുന്ന, കരുത്ത് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് എന്ന് താങ്കൾ മനസ്സിലാക്കിയിരുന്നതല്ലേ? ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ യഥാർത്ഥ കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഒരു ലോങ് ടൈമിലാണ് എന്ന സത്യവും താങ്കൾക്കറിയാമായിരുന്നു. വളരെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരിടമല്ല മ്യൂച്വൽ ഫണ്ട് എന്ന സത്യവും താങ്കൾ മനസ്സിലാക്കിയിരുന്നില്ലേ? ഇനി അടുത്ത ചോദ്യം, SIP രീതിയിലുള്ള നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ബെനഫിറ്റ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ് എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഏതൊരു സാധനമാണെങ്കിലും വില കുറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുക എന്നതും വില കൂടുമ്പോൾ കുറച്ച് യൂണിറ്റുകൾ വാങ്ങുക എന്നതുമായ ഒരു അടിസ്ഥാന തന്ത്രമാണ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രയോഗിക്കപ്പെടുന്നത് എന്ന സത്യവും താങ്കൾക്ക് അറിയാമായിരുന്നു. അതറിയില്ലെങ്കിൽ ഇതാ കേട്ടോ, ഒരു മ്യൂച്വൽ ഫണ്ടിൽ മാസം 10,000 രൂപ വീതം SIP ആയി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് താങ്കൾ എന്ന് വിചാരിക്കുക. 2024 സെപ്റ്റംബർ മാസത്തിലൊക്കെ താങ്കളുടെ SIP തുകയായ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലഭിച്ചിരുന്ന യൂണിറ്റുകളേക്കാൾ കൂടുതൽ യൂണിറ്റുകളാണ് ഇപ്പോൾ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ 10,000 രൂപ കൊണ്ട് താങ്കൾക്ക് വാങ്ങാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് താങ്കളുടെ ഓരോ ഇൻസ്റ്റാൾമെന്റിലും കൂടുതൽ യൂണിറ്റുകൾ താങ്കളുടെ പെട്ടിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? മാർക്കറ്റ് ഡൗൺ ആയതിനൊപ്പം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ NAVയും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് സാധിക്കുന്നു കൂടുതൽ യൂണിറ്റുകൾ മേടിക്കാൻ. അടുത്ത ഒരു ചോദ്യം ഇതാണ്, ഇതിനെല്ലാം ഉപരി താങ്കൾ SIP സ്റ്റാർട്ട് ചെയ്തത് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നില്ലേ? താങ്കൾക്കൊരു ഗോൾ ഉണ്ടായിരുന്നില്ലേ? ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കുക എന്നതാവാം, വീട് പണിക്ക് വേണ്ടി പണം കണ്ടെത്തുക എന്നതാവാം, ഒരു കാർ വാങ്ങുക എന്നതാവാം, കുട്ടികളുടെ വിദ്യാഭ്യാസമോ വിവാഹമോ ആകാം നമ്മളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പകുതി വഴിയിൽ ലക്ഷ്യങ്ങൾ മറന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു യാത്രയല്ല ഇൻവെസ്റ്റ്മെന്റ് ജേണി. ഞാൻ ഇപ്പോൾ ചോദിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇൻവെസ്റ്റ്മെന്റ് ജേണി ആരംഭിച്ചത് എങ്കിൽ താങ്കൾ
പാനിക് ആവേണ്ട യാതൊരു കാര്യവുമില്ല. താങ്കൾക്ക് പാനിക് ആവേണ്ട ഒരു സംഭവവും ഇവിടെ നടന്നിട്ടില്ല. SIP സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറ്റിയോ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുന്നതിനെ പറ്റിയോ ആലോചിക്കേണ്ട കാര്യം പോലും ഇവിടെ ഇല്ല. പ്രത്യേകിച്ചൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് നോക്കുമ്പോൾ നഷ്ടം കൂടി വരുന്നു. ആ നഷ്ടം സ്ക്രീനിൽ കാണുന്ന ഒരു ഭീകരജീവിക്ക് തുല്യമാണ്. ആ ഭീകരജീവി സ്ക്രീനിൽ മാത്രമാണ്, റിയാലിറ്റിയിൽ അതിപ്പോഴില്ല. എന്നാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചാൽ ആ ഭീകരജീവി നിങ്ങളുടെ മുമ്പിലേക്ക് സ്ക്രീനിൽ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്യുക. അതായത് സ്ക്രീനിലെ ഭീകരജീവി റിയാലിറ്റിയിലേക്ക് എത്തിപ്പെടും. SIP തുടരുക ധൈര്യപൂർവ്വം, പൂർവാധികം ശക്തിയോടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഭീകരജീവി കുറച്ചു കാലം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു മാലാഖയായി മാറും. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 ചെറിയ കാര്യങ്ങൾ ഒരു SIP നിക്ഷേപകന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. നമ്പർ 1, മാർക്കറ്റിലെ കറക്ഷൻ സ്വാഭാവികം മാത്രമാണ്. കറക്ഷൻ ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഇല്ല. SIP നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി തരുന്നത് കറക്ഷന്റെ സമയത്ത്, മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുമ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങളാണ്. അല്ലാതെ മാർക്കറ്റ് അങ്ങോട്ട് ഹൈയിൽ നിൽക്കുമ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങളല്ല. ഒരു SIP നിക്ഷേപകന് അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ SIP സ്റ്റോപ്പ് ചെയ്യുകയോ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുകയോ ചെയ്താൽ നിങ്ങൾ ആ അടിസ്ഥാനപരമായ കാര്യം ലംഘിച്ചിരിക്കുന്നു. മാത്രവുമല്ല, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരവുമായിരിക്കും അത്. ആ കാര്യം കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാകും. എന്നിട്ടും നിങ്ങൾ പാനിക്കാവുന്നുണ്ടോ എങ്കിൽ മുമ്പ് ഞാൻ ചെയ്ത 2 വീഡിയോകളുണ്ട്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് സമയം കിട്ടുമ്പോൾ ആ വീഡിയോസ് കാണുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.